മന്ത്രങ്ങളുടെ മന്ത്രം ഗായത്രി മന്ത്രം നിത്യവും ജപിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയും ഗായത്രി മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മന്ത്രങ്ങൾ ശക്തിയുടെ ഉറവിടമാണ്. മന്ത്രം എന്നാൽ മനസ്സിനെ ത്രാണം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. നിത്യവും ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. മന്ത്രരാജൻ, മന്ത്രങ്ങളുടെ മന്ത്രം എന്നെല്ലാം പ്രകീർത്തിക്കുന്ന ഗായത്രി മന്ത്രം നിത്യേന 2 നേരവും 108 പ്രാവശ്യം ജപിക്കുന്ന വ്യക്തിക്ക് അനന്തരമായ ദേവീ കടാക്ഷവും ദൈവാധീനവും ഉണ്ടാകും. ശൈവ വൈഷ്ണവപരമായ മറ്റെല്ലാ മന്ത്രങ്ങളും ഗായത്രി മന്ത്രത്തിന് താഴെയെന്ന് കണക്കാക്കുമ്പോൾ ഗായത്രി ദേവിയുടെ പ്രാധാന്യം കൂടുതൽ എടുത്തു പറയപ്പെടുന്നു. അത്രയ്ക്ക് പ്രാധാന്യമേറിയ ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. രാവിലെ കിഴക്ക് വശത്തേക്കും വൈകിട്ട് പടിഞ്ഞാറും ദർശനമായി ഇരുന്ന് നെയ്വിളക്ക് കൊളുത്തി വച്ച് വേണം ഗായത്രി മന്ത്രം ജപിക്കാൻ. പൂജാമുറിയിലോ അത്രയും പരിശുദ്ധമായ മറ്റ് സ്ഥലങ്ങളിലോ ഇരുന്ന് ജപിക്കാവുന്നതാണ്. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം. അതായത് മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം ഗായത്രി മന്ത്രം കുറഞ്ഞത് 10 തവണ ജപിക്കണം. 108 തവണ ജപിച്ചാൽ അത്യുത്തമം. ഗായത്രി മന്ത്രം ഇതാണ്: ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗായത്രി മന്ത്രം ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഈ മന്ത്രം നിത്യവും ജപിക്കുക. സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ആപത്ഘട്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അജ്ഞത നീക്കുന്നതിനും ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിനും ആശയവിനിമയ പാടവം വർദ്ധിപ്പിക്കുന്നതിനും ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ്. നിത്യവും രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് ഒരു 10 തവണയെങ്കിലും ജപിക്കുക. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.